കാഞ്ഞിരപ്പള്ളി അഡീഷണൽ ICDSൻ്റെ കീഴിൽ കൂട്ടിക്കൽ പഞ്ചായത്ത് എന്തയാർ അംഗൻവാടിയിലെ ടീച്ചറാണ്. പിന്നെ ഇവിടെ ഞാനിവിടെ ജോലിക്ക് കയറിയിട്ട് 24 വർഷത്തോളമായി. കൃത്യം 9 മണിയാകുമ്പോൾ അംഗൻവാടി ഹെൽപ്പർ അംഗൻവാടിയിൽ വരുന്നു. 9:30 ആകുമ്പോൾ തൊട്ട് കുട്ടികളെ കൊണ്ടുവിടുന്നു. 10 മണിയാകുമ്പോൾ ഈശ്വര പ്രാർത്ഥനയോടുകൂടി കുഞ്ഞുങ്ങളെ ഞങ്ങൾ സ്വീകരിച്ചിരുത്തി അവർക്ക് എക്സസൈസ് ചെയ്ത് പ്രതിജ്ഞ എല്ലാം ചൊല്ലിപ്പിച്ചതിന് ശേഷം നമ്മൾ കുട്ടികളെ തീം അനുസരിച്ച് പഠിപ്പിക്കുന്നു. കുട്ടികളെ വളരെയധികം നല്ലൊരു ശ്രദ്ധയോടുകൂടിയാണ് കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ പാട്ട് പഠിപ്പിക്കുന്നതും കഥ പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം ഞങ്ങൾ ചാർട്ടുകളെല്ലാം വെച്ചിട്ടാണ് കളിപ്പിക്കുന്നതും പാട്ട് പാടിപ്പിക്കുന്നതുമെല്ലാം കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ്. അത് കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളർച്ചയെ വളരെയധികം സഹായിക്കുന്നു. എൻ്റെ പേര് ബിൻസി എന്നാണ്. ഞാൻ എളങ്കാട്ടിൽ നിന്നാണ് വരുന്നത്. ഇപ്പം ഞാൻ 4 വർഷമായിട്ട് ഇപ്പോൾ ജോലിക്ക് കയറി. 2 വർഷം മ്ലാക്കര എന്ന് പറയുന്ന ഒരു സെൻറ്ററിലായിരുന്നു. പിന്നെ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് 2 വർഷമായി. ഞാൻ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വരും. അംഗൻവാടി വന്ന് തുറക്കും. അംഗൻവാടിയും പരിസരവും എല്ലാം വൃത്തിയാക്കും. പിന്നെ കുട്ടികളൊക്കെ വരാനായിട്ട് ഒരുക്കിയൊക്കെ നിർത്തി നമ്മൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് നല്ല വൃത്തിയായിട്ടായിരിക്കും. പിന്നെ കുട്ടികൾ വരുന്നതിന് മുമ്പായിട്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെക്കും. അതിനുശേഷം അന്നത്തേക്ക് 9:30 ആകുമ്പോഴത്തേക്ക് ടീച്ചർ വരും. ടീച്ചർ വന്നു കഴിഞ്ഞാൽ അന്നത്തേക്ക് ഞങ്ങൾ 2 പേരും കൂടെ കുട്ടികളെ ഒരുക്കി കുട്ടികൾ വരാനുള്ള രീതിയിലാക്കി കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് അവരെ സ്വാഗതം ചെയ്ത് ഞങ്ങൾ കയറ്റിക്കൊണ്ട് പോകും. അതോടൊപ്പം തന്നെ അവർക്ക് മോർണിംഗ് സ്നാക്കായിട്ട് കടലമിഠായി ആയിരുന്നു ഇപ്പോൾ കൊടുക്കുന്നത്. അവല് 20 ഗ്രാം, ശർക്കര 20 ഗ്രാം വെച്ച് അവർക്ക് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ദിവസങ്ങളിലും പാല് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ചൊവ്വായും വെള്ളിയും മുട്ട കൊടുക്കുന്നു. കുഞ്ഞുങ്ങളുടെ തൂക്കം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം ഉള്ള വളർച്ചയ്ക്ക് അംഗൻവാടിയുടെ പ്രവർത്തനം വളരെയധികം സഹായകമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അംഗൻവാടിയിൽ കുട്ടികളുടെ തൂക്കം അതേറ്റവും അംഗൻവാടിയുടെ ലക്ഷ്യങ്ങളിൽ ആദ്യകാലങ്ങളിൽ നമ്മുടെ ശിശുമരണ നിരക്ക് വളരെയധികം കൂടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിലാണ് അംഗൻവാടി തുടങ്ങുന്നത് തന്നെ. ഇപ്പോൾ അംഗൻവാടിയിൽ കുട്ടികളെ വിടുന്നത് വഴി അംഗൻവാടിയിൽ നിന്ന് ലഭിക്കുന്ന പോഷകാഹാരം കഴിച്ചിട്ട് കുട്ടികൾക്ക് മാസം ഞങ്ങൾ തൂക്കം എടുക്കുന്നു, പൊക്കമെടുത്ത് ഗ്രോത്ത് ചാർട്ടിൽ രേഖപ്പെടുത്തുന്നു. കുട്ടികൾ നല്ല രീതിയിൽ അംഗൻവാടിയിലെ ആഹാരം കഴിച്ചിട്ട് നല്ല രീതിയിൽ തൂക്കം വർദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ളവർക്കും പാലൂട്ടുന്ന അമ്മമാർക്കും നമ്മൾ 3 കിലോ ഗോതമ്പ്, 1/4 കിലോ ഉഴുന്ന്, 1/4 കിലോ എണ്ണ കൊടുക്കുന്നു. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വീട്ടിലേക്ക് കൊടുത്തു വിടാൻ THR സമൃദ്ധം ന്യൂട്രിമിക്സ് കൊടുത്തു വിടുന്നു. ഇതെല്ലാം ഫുഡ് ഇത്ര 100 ഗ്രാം വെച്ച് അവർ കഴിച്ച് ഓരോ മാസങ്ങളിലും കുട്ടികളുടെ തൂക്കം എടുക്കുമ്പോൾ നല്ല ക്രമാതീതമായിട്ടുള്ള തൂക്കമാണ് കുട്ടികൾക്കുണ്ടാകുന്നത്. വളരെയധികം അംഗൻവാടിയുടെ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളുടെ പോഷകാഹാര വിതരണം. അത് പഞ്ചായത്തിൽ നിന്നാണെങ്കിലും ഞങ്ങൾ തീരുന്നതനുസരിച്ച് ഞങ്ങളുടെ സൂപ്പർവൈസർ അംഗൻവാടിയിൽ ഫുഡുകൾ ഇറക്കിത്തരുന്നുണ്ട്. പ്ലേ സ്കൂളിൽ വിടാതെ അംഗൻവാടിയിൽ വിടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നും കഴിക്കത്തില്ല. വീട്ടിൽ വെച്ച് ഒന്നും നമ്മൾ കൊടുത്താൽ കഴിക്കത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഫോണോ അല്ലെങ്കിൽ TV എന്തെങ്കിലും കാണാതെ ഇവിടെ ഒന്നും കഴിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ വിടാൻ തുടങ്ങിയ പിന്നെ അംഗൻവാടി വന്നു തുടങ്ങിയ പിന്നെ തന്നെ കഴിക്കും. പിന്നെ കുട്ടികളായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനും കളിക്കാനും ടീച്ചർ പല പാട്ടുകളും കഥകളും ഒക്കെ പറഞ്ഞു കൊടുത്ത് വീട്ടിൽ വന്ന് അതൊക്കെ പറയുകയും ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ പഴയതിനേക്കാൾ ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ ഭക്ഷണം കുറച്ചും കൂടി വെയിറ്റ് ഒക്കെ വെച്ച് തുടങ്ങി. ഇപ്പം അല്ലെങ്കിൽ ഒന്നും കഴിക്കത്തില്ലായിരുന്നു, എപ്പോഴും അസുഖം അങ്ങനെയൊക്കെ ആയിരുന്നു. ഇവിടെ വന്നേ പിന്നെ ആഹാരങ്ങളൊക്കെ കുറച്ചും കൂടി കഴിക്കാനൊക്കെ തുടങ്ങി, വെയിറ്റ് ഒക്കെ വെക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ മാറ്റമുണ്ട്. ഞാൻ ഈ അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നത് 2000 ജൂൺ മാസത്തിലാണ്. ഞാനിവിടെ ജോലിക്ക് വരുമ്പോൾ ഈ അംഗൻവാടി കെട്ടിടം ഓടിട്ടതായിരുന്നു. ഓടിട്ടെന്ന് പറഞ്ഞാലും മഴ പെയ്യുമ്പോഴൊക്കെ ചെറുതായിട്ട് വെള്ളം ഒക്കെ ഉള്ളിലേക്ക് വീഴുമായിരുന്നു. അന്ന്
25-30 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അംഗൻവാടികളിൽ. അത് പിന്നെ പഞ്ചായത്തിൽ ശ്രദ്ധയായിട്ട് പിന്നെ അംഗൻവാടി കെട്ടിടം ഓട് മാറ്റി പൊളിച്ച് ഞങ്ങൾക്ക് വാർത്ത് തന്നു. പിന്നെ വർഷം തോറും അംഗൻവാടിക്ക് പഞ്ചായത്ത് മെയിൻ്റനൻസ് വെച്ചിട്ട് മെമ്പർമാർ ഞങ്ങൾക്ക് ഓരോ വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ വർഷങ്ങളിലും അംഗൻവാടിക്ക് കൂട്ടി തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പ്രത്യേകം പറയാനായിട്ടുള്ളത്, അംഗൻവാടിയിൽ ഞാൻ ജോലിക്ക് കയറുന്നത് 375 രൂപ വേതന അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് 13,000 രൂപയാണ്. അതിൻ്റെ അകത്ത് 500 രൂപ ഞങ്ങൾക്ക് ക്ഷേമനിധി പിടിക്കുന്നുണ്ട്. ഈ 12,500 രൂപ ഞങ്ങൾക്ക് 3 ഘട്ടമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഒരു 3-ാം തീയതി 4-ാം തീയതിയോടുകൂടി ഒരു കുറച്ച് പൈസ, പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ഒരു 10-ാം തീയതിയോടുകൂടി ബാക്കി. അങ്ങനെ ഞങ്ങൾക്ക് 10-15 ദിവസത്തിനകമാണ് ഞങ്ങൾക്ക് ഈ ശമ്പളം ഞങ്ങൾക്ക് കിട്ടുന്നത്. അങ്കണവാടി ജീവനക്കാരുടെ ശമ്പളം മരവിപ്പിച്ച ധനവകുപ്പ് സംസ്ഥാന വിഹിതം ഇനിയൊരു നിർദ്ദേശം ലഭിക്കും വരെ നൽകണ്ട. വിരമിച്ച അംഗൻവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പെൻഷനിൽ കുടിശ്ശിക വരുത്തി സർക്കാർ. പ്രായധിക്യത്തിൽ വലിയ സംസ്ഥാനത്തെ അംഗനവാടി ജീവനക്കാർ വീണ്ടും സമരത്തിലേക്ക്. സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നില്ലെന്ന് ആരോപിച്ചാണ് INTUC-യുടെ നേതൃത്വത്തിൽ സമരത്തിനൊരുങ്ങുന്നത്. അത് അറിയാമല്ലോ, 12,500 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾക്കത് ഒന്നിനും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. മാറി വരുന്ന സർക്കാരുകൾ ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരാമെന്ന് പറയുന്നതല്ലാതെ കണ്ട ഇത്തവണത്തെ ബഡ്ജറ്റിലും അംഗൻവാടി ജീവനക്കാരെ ഒരു ആനുകൂല്യവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു ESI ആനുകൂല്യങ്ങൾ അംഗൻവാടിയിൽ ഒത്തിരിയും രോഗികളായിട്ടുള്ള അംഗൻവാടി ടീച്ചർമാരുണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്. അവർക്കാർക്കും ഒരു സഹായവും ലഭിക്കുന്നില്ല. ഞങ്ങൾക്ക് അംഗൻവാടി ജീവനക്കാരെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ഈ അംഗൻവാടിയിലെ കുട്ടികളാണ്. കാരണം ഞങ്ങൾ രാവിലെ വീട്ടിൽ ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, എന്നാൽ പോലും ഞങ്ങൾ അംഗൻവാടിയിൽ വന്ന് കുട്ടികളുമായിട്ടുള്ള ആ ഒരു കളികളൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ ഞങ്ങൾ വേറൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ബാക്കിയുള്ള ഒരു ടീച്ചർമാർക്കും ഒക്കെ കിട്ടുന്നതിനെക്കാട്ടിലേറെ ഒരു സൗഭാഗ്യമാണ് ഞങ്ങൾക്ക് അംഗൻവാടി ജീവനക്കാർക്ക് കിട്ടുന്നത്. ഈ ശമ്പളം കുറവായിട്ട് പോലും ഞങ്ങളെ ഈ ഒരു ജോലിയിൽ പിടിച്ചു നിർത്തുന്നത് പോലും അംഗൻവാടി കുട്ടികളുമായിട്ടുള്ള ഞങ്ങളുടെ ആ ഒരു കണക്ഷനാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങൾ ആ കുട്ടികളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ദിവസം വന്നില്ല എങ്കിൽ അംഗൻവാടി എന്താ പറയാൻ പറ്റുകയില്ല. ആ ഒരു എന്തോ ഒരു അവസ്ഥയിലാണ്. ആ സമയം കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 9 മണി തൊട്ട് 3:30 വരെ സമയം പോകുന്നതേ അറിയുന്നില്ല. ഞങ്ങളും അവരോടൊപ്പം ചെറുപ്പമാകുക എന്നുള്ളതാണ്. 3.5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ഞങ്ങളുടെ മനസ്സ് ഒരു 3.5 വയസ്സിലേക്ക് പോകുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സന്തോഷം അതൊരിക്കലും ഞങ്ങൾക്ക് അത് ഒത്തിരി ശമ്പളമില്ല എന്നുള്ളൊരു തോന്നൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സൈഡായിട്ട് പറഞ്ഞെങ്കിൽ പോലും ഈ ഒരു ജോലിയിൽ വളരെയധികം ഞങ്ങൾക്ക് സന്തോഷവും ഒരു എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, അതുപോലെ ഒരു മനസ്സിനൊരു സുഖം നൽകുന്ന ഒരു ജോലിയാണ് അംഗൻവാടി ജീവനക്കാരായിട്ടുള്ള. അത് ഞാൻ എൻ്റെ കാര്യമില്ല പറയുന്നത്, ഞങ്ങൾ അംഗൻവാടി ജീവനക്കാരായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും കൂടെ കാര്യമാണ് പറയുന്നത്.